തമിഴകത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വിജയ് എത്തുമോ? 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു പുത്തൻ താരോദയമായിരിക്കുമോ? തമിഴക വെട്രിക്കഴകവുമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വിജയെ അങ്ങനെ എഴുതിത്തള്ളേണ്ട എന്നാണ് സർവേകൾ പറയുന്നത്. അടുത്തിടെ നടന്ന ഒരു സർവേയിൽ സ്റ്റാലിൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യൻ വിജയ് എന്നാണ് ഉത്തരം. സിനിമയും രാഷ്ട്രീയവും തമ്മിൽ ഇഴപിരിക്കാനാകാത്ത അടുപ്പമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ. താരപ്പൊലിമയോടെ തമിഴക രാഷ്ട്രീയത്തിൽ തലൈവരും തലൈവിയുമായവരുണ്ട്. രാഷ്ട്രീയത്തിൽ എവിടെയും എത്താതെ പോയ താരങ്ങളും. ജയലളിത സൃഷ്ടിച്ച ശൂന്യതയ്ക്ക് പകരമാകാൻ മറ്റൊരാൾക്കും കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയത്തിലേക്കുള്ള മാസ് എൻട്രിയിലൂടെ വിജയ് ആ വിടവ് നികത്തുമോ? ഒന്നുറപ്പിക്കാം, എഴുതിത്തള്ളാനാകില്ല ഈ അഴകിയ തമിഴ് മകനെ. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട സൂപ്പർ താരം രജനികാന്തും ഉലകനായകൻ കമലഹാസനും രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് കരിയറിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോൾ വിജയ് രാഷ്ട്രീയ ഗോതയിലേക്ക് കടന്നു വരുന്നത്. പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് വിജയ് പറഞ്ഞത് മുഴുവൻ സീറ്റുകളിലും TVK ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ്. എന്നാൽ ആ നിലപാട് മയപ്പെടുത്തുകയാണ് വിജയ്. സാധ്യതകളുടെ കല കൂടിയാണ് രാഷ്ട്രീയം. BJPയുമായി അത്ര രസത്തിലല്ലാത്ത അണ്ണാ-DMKയുമായി ചേർന്ന് ഒരു മത്സരത്തിനുള്ള സാധ്യത പോലും അണിയറ ചർച്ചകളിലുണ്ട്. മുഖ്യമന്ത്രി പദം വീതം വെക്കുന്നതുവരെ ചർച്ചകൾ നടന്നുവെന്നാണ് രഹസ്യ റിപ്പോർട്ടുകൾ. DMK ഭരണത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ദളപതി മുന്നേറുന്നത്. വിജയ്ക്ക് ഒത്ത എതിരാളിയായി ഉദയനിധിയെ രംഗത്തിറക്കി DMKയും സ്റ്റാലിനും ശ്രമിച്ചെങ്കിലും ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിനെ വാഴിച്ചിട്ടും കാര്യങ്ങൾ DMKയ്ക്ക് അനുകൂലമല്ല. MGRന്റെയും ജയലളിതയുടെയും കാലം പിന്നിട്ട് വിജയിലേക്ക് എത്തി നിൽക്കുമ്പോൾ സിനിമാ രാഷ്ട്രീയത്തിന്റെ പ്രതാപം വീണ്ടെടുക്കാൻ വിജയ്ക്ക് സാധിക്കുമോ എന്നാണ് തമിഴക രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്.